കൂത്താട്ടുകുളത്ത് ആയുർവേദ ചികിത്സയ്ക്കെത്തിയിരുന്ന കെനിയൻ മുൻ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ റൈല അമോലോ ഒഡിംഗ ഇവിടെ വച്ച് അന്തരിച്ചു. 80 വയസ്സായിരുന്നു. രാവിലെയുള്ള നടത്തത്തിനിടയിൽ നെഞ്ചുവേദന അനുഭവപ്പെട്ട ഒഡിംഗയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാതിരിക്കുന്നതും എയ്ഡഡ് സ്കൂൾ നിയമനവും കാരണമാക്കി ക്രൈസ്തവ സംഘടനകൾ വീണ്ടും സർക്കാരുമായി ഏറ്റുമുട്ടലിൻ്റെ പാതയിൽ. ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കുള്ള അവകാശം കവർന്നെടുക്കുന്നുവെന്ന് സഭകൾ ആരോപിച്ചു. കെട്ടിടങ്ങളുടെ വിസ്തൃതി പരിഗണിക്കാതെ വനഭൂമിയിൽ പട്ടയം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 1977 മുമ്പ് വനഭൂമി കൈവശം വച്ചവർക്കാണ് ഇതിൻ്റെ ഗുണം ലഭിക്കുക. മുഖ്യമന്ത്രി ഇന്ന് ബഹ്റൈൻ പ്രവാസി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി ഗൾഫിലെത്തി. 24 ഒമാനും 30 ഖത്തറും സന്ദർശിക്കുന്ന മുഖ്യമന്ത്രി നവംബർ 7 കുവൈറ്റിലേക്കും പോകും. മന്ത്രി സജി ചെറിയാനും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്. പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ശിരോവസ്ത്ര കേസ് പുറത്തുള്ളവരും സർക്കാരും ചേർന്ന് വസ്തുതകൾ മനസ്സിലാക്കാതെ മോശമാക്കിയെന്ന് സ്കൂൾ മാനേജ്മെൻറ്റും PTA-യും ആരോപിച്ചു. വർഗീയ താൽപ്പര്യമുള്ളവരുടെ ഇടപെടലാണ് പ്രശ്നം വഷളാക്കിയത്. രക്ഷിതാക്കൾ PTA-ക്ക് പരാതി നൽകിയിട്ടില്ല. AEO വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് നൽകിയെന്ന് സ്കൂൾ അഭിഭാഷക അഡ്വക്കേറ്റ് വിമല ബിനു പറഞ്ഞു. ഇടപെട്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് വ്യക്തമാകുന്ന AEOയുടെ ശബ്ദ സന്ദേശം PTA പ്രസിഡന്റ് ചാനൽ ചർച്ചയിൽ പുറത്തുവിട്ടു. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. 2030 കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിൽ അഹമ്മദാബാദിൽ വെച്ച് നടത്താൻ ബോർഡ് ശുപാർശ ചെയ്തു. അംഗീകാരം നവംബറിൽ നൽകുന്ന പൊതുസമ്മേളനമാണ് നൽകേണ്ടത്. ADM നവീൻ ബാബു മരിച്ചിട്ട് 1 ആണ്ട് തികഞ്ഞു. CBI അന്വേഷണം കുടുംബം ആവശ്യപ്പെട്ടെങ്കിലും സുപ്രീം കോടതിയും ഈ ആവശ്യം തള്ളി. എന്നാൽ PP ദിവ്യ കുറ്റക്കാരിയാണെന്ന് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. നിയമ നടപടികൾ തുടരുമെന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയും മകൾ നിരഞ്ജനയും അറിയിച്ചു. RSS ക്യാമ്പുകളിൽ ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന അനന്തു അജിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വൈറലായി. 3 വയസ്സ് മുതൽ ചൂഷണം നേരിടുന്നുവെന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടായിരുന്നു അനന്തു അജി ആത്മഹത്യ ചെയ്തത്. മരണമൊഴി എന്ന പേരിലാണ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്. കലോത്സവങ്ങൾക്കും കായികമേളകൾക്കും വേണ്ടി സംസ്ഥാനത്ത് ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും പണപ്പിരിവുകൾ നടക്കുന്നതായി പ്രതിപക്ഷ അധ്യാപക സംഘടനയായ KHSTU ആക്ഷേപമുന്നയിച്ചു. കുട്ടികളിൽ നിന്ന് ഇതിനുവേണ്ടി ഫീസ് പിരിക്കുന്നതിന് പുറമെയാണ് വ്യാപകമായ പിരിവെന്ന് സംഘടന പറഞ്ഞു. തിരുവനന്തപുരത്ത് കല്ലിയൂർ പുന്നമൂട് സ്കൂളിൽ വിദ്യാർത്ഥി പെപ്പർ സ്പ്രേ ഉപയോഗിച്ചത് കാരണം 9 കുട്ടികളും 2 അധ്യാപകരും ആശുപത്രിയിലായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കഴിഞ്ഞ ദിവസം കിളിമാനൂർ സർക്കാർ സ്കൂളിൽ 1-ാം ക്ലാസ്സുകാരിക്ക് തെരുവ് നായയുടെ കടിയേറ്റു. സ്കൂളിനകത്തേക്ക് ഓടിക്കയറിയാണ് നായ കുട്ടിയെ കടിച്ചത്. കുട്ടിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെത്തിച്ച് ചികിത്സ നൽകി. ഇന്നലെ രാവിലെ 400 രൂപയും ഉച്ചയ്ക്ക് ശേഷം 50 രൂപയും കൂടി സ്വർണ്ണവില പവന് 94,920 രൂപയിലെത്തി. ദീപാവലിക്ക് മുമ്പായി തന്നെ 1 ലക്ഷം രൂപയിലെത്തിയേക്കുമെന്ന് വിപണി വിദഗ്ധർ സൂചന നൽകുന്നു. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.